നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതം ലളിതമാക്കിക്കൊണ്ട് എങ്ങനെ ചിന്തകളെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാം. അതെ, ലളിതമായ ജീവിതം, ഉയർന്ന ചിന്ത എന്ന ആഴത്തിലുള്ള ആശയത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം. തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. ഈ വിശകലനത്തിന്റെ അടിസ്ഥാനം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ സാധകി ഗൗരവ് ഗരിമ എന്ന ഹിന്ദി പുസ്തകമാണ്. ആ മഹത്തായ ഗ്രന്ഥത്തിലെ ആശയങ്ങളെ ലളിതമായി മനസ്സിലാക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകാൻ പോകുന്നത്. എന്താണ് ആത്മീയതയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ? ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന 2 വഴികളേതാണ്? ലാളിത്യത്തിന് ശരിക്കും എന്ത് ശക്തിയാണുള്ളത്? ഭൗതികത നമ്മളെ എങ്ങനെ തളർത്തുന്നു? ലാളിത്യം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അന്തസ്സ് നൽകുന്നത്? അവസാനം ഇതിന്റെയെല്ലാം പരമമായ ലക്ഷ്യമെന്താണ്? നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആത്മീയതയെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. പലരുടെയും യാത്ര തുടങ്ങുന്നത് തന്നെ ഈയൊരു തെറ്റിൽ നിന്നാണ്. നമ്മളിൽ പലരും, അല്ലേ, ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ആത്മീയതയെന്നാൽ എന്തോ ഒരു ദൈവിക ശക്തിയുടെ സഹായത്തോടെ നമ്മുടെ ബിസിനസ് വിജയിപ്പിക്കാനും പരീക്ഷ പാസ്സാകാനും അസുഖങ്ങൾ മാറ്റാനുമൊക്കെയുള്ള ഒരു എളുപ്പവഴിയാണെന്ന്. ഇതൊരു തരം കൊടുക്കൽ വാങ്ങൽ പോലെ. പ്രാർത്ഥന കൊടുക്കുക, പകരം അനുഗ്രഹം വാങ്ങുക. പക്ഷെ ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതിക കാര്യങ്ങളൊന്നും ഈ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും ആളുകൾക്ക് ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ആത്മീയത വെറും തട്ടിപ്പാണെന്ന് പോലും ചിന്തിച്ചു തുടങ്ങും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണ്. യഥാർത്ഥ ആത്മീയത കേവലം പൂജകളോ പ്രാർത്ഥനകളോ അല്ല. അതൊരു സമ്പൂർണ്ണ ജീവിത ദർശനമാണ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ തത്വശാസ്ത്രം. ആ തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് മാറ്റിയാൽ നമ്മുടെ മുന്നിൽ തെളിയുന്നത് 2 വഴികളാണ്. ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത പരസ്പരം വിപരീതമായ 2 പാതകൾ. ഒരു ത്രാസ് സങ്കൽപ്പിച്ചു നോക്കൂ. അതിന്റെ ഒരു തട്ടിൽ ഭാരം കൂടുമ്പോൾ മറ്റേ തട്ട് സ്വാഭാവികമായും മുകളിലേക്കുയരും. രണ്ടും ഒരുമിച്ച് താഴേക്ക് പോകില്ല, അല്ലേ? ജീവിതവും അതുപോലെയാണ്. നമുക്ക് ഒരേ സമയം ഭൗതികതയ്ക്കും ആത്മീയതയ്ക്കും തുല്യ പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല. നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിവരും. അപ്പോൾ എന്താണ് ആ 2 വഴികൾ? ഒന്നാമത്തേത് ഭൗതികതയുടെ പാതയാണ്. ഇതിനെ തൃഷ്ണ എന്ന് വിളിക്കാം. അതായത് അടങ്ങാത്ത ആഗ്രഹം, കൂടുതൽ പണം, കൂടുതൽ സൗകര്യങ്ങൾ, മറ്റുള്ളവരെ കാണിക്കാനുള്ള ആർഭാടങ്ങൾ. ഇതാണ് ഈ വഴി. രണ്ടാമത്തേത് ആത്മീയതയുടെ പാത, അഥവാ ആത്മിക് പ്രഗതി. ഇത് നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ്. ആന്തരികമായ വളർച്ച, ഉള്ളതുകൊണ്ടുള്ള സംതൃപ്തി, ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലുള്ള ശ്രദ്ധ. അപ്പോ ഈ 2 വഴികളിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ മാർഗദർശി ഏതാണ്? അതാണ് ലാളിത്യത്തിന്റെ ശക്തി. നമ്മുടെ ഇന്നത്തെ വിഷയമായ ലളിതമായ ജീവിതം, ഉയർന്ന ചിന്ത എന്ന ആശയം. സാദാ ജീവൻ ഉച്ചവിചാർ എന്നു പറഞ്ഞാൽ പട്ടിണി കിടക്കണമെന്നോ ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്നോ അല്ല അർത്ഥം. മറിച്ച് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾക്കു വേണ്ടി കൂടുതൽ സമയവും ഊർജവും കണ്ടെത്താനായി അനാവശ്യമായ ഭൗതിക ആവശ്യങ്ങളെ നമ്മൾ ബോധപൂർവം വേണ്ടെന്ന് വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത്. ഇത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? 4 ലളിതമായ വഴികളുണ്ട്. ഒന്നാമതായി, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക. കടം വാങ്ങി ആഡംബരം കാണിക്കാതിരിക്കുക. രണ്ടാമത്, സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലല്ല, ഉള്ളതുകൊണ്ട് സന്തോഷിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുക. മൂന്നാമതായി, അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം, ഇങ്ങനെ നമ്മൾ ലാഭിക്കുന്ന നമ്മുടെ സമയവും പണവും ഊർജവും അതെല്ലാം ഉയർന്ന ചിന്തകൾക്കും നല്ല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുക. ലാളിത്യത്തിന്റെ വഴി നമ്മൾ കണ്ടു. ഇനി അതിന്റെ നേരെ വിപരീതമായ ഭൗതികതയുടെ വഴി തിരഞ്ഞെടുത്താൽ എന്താണ് സംഭവിക്കുക? ആ ആർഭാട ജീവിതത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന യഥാർത്ഥ വില എന്താണ്? പുറമേ നിന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും ഈ ആഡംബര ജീവിതം. പക്ഷെ അതിന്റെ ഉള്ളിൽ വലിയ ഭാരങ്ങളുണ്ട്. എപ്പോഴും മറ്റുള്ളവരെക്കാൾ മുകളിലെത്തണമെന്ന ഉത്കണ്ഠ, ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ. അത് നേടാനായി ചിലപ്പോൾ നമ്മൾ സത്യസന്ധത പോലും കൈവിടും. നമ്മുടെ മുഴുവൻ ഊർജവും ഇതിനുവേണ്ടി നഷ്ടപ്പെടും. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം തന്നെ പൊള്ളയായി മാറിയിട്ടുണ്ടാവും. കൂടുതൽ വേണം, ഇനിയും വേണം എന്ന ഈ തൃഷ്ണ ഒരു തീ പോലെയാണ്. എത്ര വിറക് കിട്ടിയാലും അത് കെടാതെ ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മളെ എപ്പോഴും ഒരു അസ്വസ്ഥമായ അവസ്ഥയിൽ നിർത്തും. ഒരു സമാധാനവും ഉണ്ടാകില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ അശാന്തമായൊരു മനസ്സിൽ എങ്ങനെയാണ് ഉയർന്ന ചിന്തകൾക്കിടം കിട്ടുക?
എന്നാൽ ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ലാളിത്യത്തിന്റെ വഴി? ആ ലളിതമായ ജീവിതത്തിൽ എത്രമാത്രം അന്തസ്സും സൗന്ദര്യവും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥ ബഹുമാനം എവിടെ നിന്നാണ് വരുന്നത്? ഇതിന് നമുക്ക് മഹാത്മാഗാന്ധിയേക്കാൾ വലിയൊരു ഉദാഹരണം കിട്ടാനില്ല. അദ്ദേഹം ധരിച്ചിരുന്നത് വളരെ ലളിതമായ വസ്ത്രങ്ങളായിരുന്നു. എന്നിട്ടും ലോകം മുഴുവൻ അദ്ദേഹത്തെ ബഹുമാനിച്ചു. ആ അന്തസ്സ് വന്നത് വില കൂടിയ കോട്ടിൽ നിന്നല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലെ നന്മയിൽ നിന്നും ജീവിതത്തിലെ ചിട്ടയിൽ നിന്നുമായിരുന്നു. അതെ, യഥാർത്ഥ അന്തസ്സ് എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു ഗുണമാണ്. അത് പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മുടെ വസ്ത്രങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വൃത്തിയിലും ചിട്ടയിലുമാണ് പ്രകടമാകുന്നത്. ഒരു കാര്യമുണ്ട്, കാലം ഒരുപാട് മാറി. പണ്ടുകാലത്ത് രാജാക്കന്മാർ അവരുടെ അധികാരം കാണിക്കാൻ ആഡംബരങ്ങൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരാൾ അമിതമായി ആഡംബരം കാണിച്ചാൽ നമ്മൾ ബഹുമാനിക്കുകയല്ല, സംശയിക്കുകയാണ് ചെയ്യുക. ഇത് സംസ്കാരമില്ലായ്മയായോ അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ പ്രകടനമായോ ഒക്കെയാണ് പലരും കാണുന്നത്. നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളെയും ഒരുമിപ്പിച്ച് നമ്മുടെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യത്തിലേക്ക് വരികയാണ്. എന്തിനാണ് നമ്മൾ ഈ ലളിതമായ ജീവിതം തിരഞ്ഞെടുക്കുന്നത്? എന്താണിതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം? നമ്മൾ പലപ്പോഴും കരുതുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് പണവും വസ്തുവകകളുമാണെന്നാണ്. പക്ഷെ സത്യം അതല്ല. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിലമതിക്കാനാവാത്ത 3 സമ്പത്തുകളുണ്ട്. 1. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയം. 2. നമ്മുടെ അധ്വാനിക്കാനുള്ള കഴിവും ഊർജവും. 3. നമ്മുടെ ചിന്തിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള കഴിവ്. അപ്പോൾ എന്താണ് ലാളിത്യം? അത് പണം ലാഭിക്കുന്നതുപോലെ നമ്മുടെ ഈ യഥാർത്ഥ സമ്പത്തുകളായ സമയത്തെയും ഊർജത്തെയും ചിന്തയെയും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പാഴാക്കാതെ സംരക്ഷിക്കുന്ന ഒരച്ചടക്കമാണ്. ലാളിത്യമെന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സേവിംഗ് സ്കീമാണ്. ശരി, നമ്മൾ ഈ വിലപ്പെട്ട മൂലധനം ലാഭിച്ചു. എന്നിട്ടെവിടെയാണിത് നിക്ഷേപിക്കേണ്ടത്? ബാങ്കിലല്ല, മറിച്ച് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ 2 കാര്യങ്ങളിൽ. 1. നമ്മുടെ സ്വന്തം വ്യക്തിത്വ വികാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി. അതിനെ ആത്മോത്കർഷം എന്ന് പറയാം. 2. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിന്റെയും ലോകത്തിന്റെയും നന്മയ്ക്കു വേണ്ടി. അതിനെ ലോക് മംഗളം എന്നും പറയാം. അപ്പോൾ ഇതിൽ നിന്നുള്ള സന്ദേശം ഇതാണ്: ലാളിത്യം ഒരു കുറവല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അതൊരു വാതിലാണ്, ആത്മീയമായ ഔന്നത്യത്തിലേക്കുള്ള പ്രവേശന കവാടം. സാധാരണക്കാരനായൊരു മനുഷ്യന് മഹാനായി മാറാൻ കഴിയും. ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും നമ്മുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാനുമുള്ള വഴി തെളിച്ചു തരുന്ന അച്ചടക്കമാണ് ലാളിത്യം. ഈ ചിന്തയോടെ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്തുന്നു.